ഇതൊരു വല്ലാത്ത വിഷമകരമായ ഒരു മുഹൂർത്തമാണ്. ചില സമയത്ത് ഇവരുടെ കരച്ചിൽ. അപ്പം വിക്രം റാണയുടെ ഫാമിലി എന്നോട് പറഞ്ഞത് ഒരു മിറാക്കിൾ സംഭവിക്കും സാർ എന്ന് പറഞ്ഞ് ഫാമിലി അവിടെ ഹിമാചലിൽ പൂജയും പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയി. അവരുടെ എല്ലാവരും അവരുടെ വിശ്വാസം അനുസരിച്ച് പ്രാർത്ഥിച്ചു. ഞാനും പ്രാർത്ഥിച്ചിട്ടുണ്ട്, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്, കുടുംബങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇന്നലെ കാലത്ത് നമുക്ക് ഒരു ബോഡി നമുക്ക് ലഭിച്ചു. പിന്നെ അവിടെ ഒരു ഗ്യാപ്പ്, ഇന്നലെയും ഗ്യാപ്പ്. അപ്പോൾ ഗ്യാപ്പ് വന്നപ്പോൾ അതും വലിയ വിഷമമായിരുന്നു. ഇന്നലത്തെ ഗ്യാപ്പും വലിയ വിഷമമായിരുന്നു. അങ്ങനെയാണ് ഇന്ന് കാലത്ത് നമ്മൾ മാസ് സെർച്ച് തീരുമാനിച്ചത്. ഇന്നലെ രാത്രിയാണ് തീരുമാനിക്കുന്നത്. രാത്രി തീരുമാനിച്ച് ഞാൻ എല്ലാ സംഘടനകളെയും ഞാൻ വിളിച്ചു. ബഹുമാന്യനായ AP അനിൽകുമാറിനോട് എല്ലാ കാര്യങ്ങളും പരസ്പരം ഷെയർ ചെയ്തിട്ടാണ് ഈ കാര്യങ്ങൾ മുഴുവൻ മൂവ് ചെയ്തത്. AP അനിൽകുമാർ എല്ലാ കാര്യത്തിനും ഒരു ജ്യേഷ്ഠനെ പോലെയുള്ള പിന്തുണ ശ്രീ AP അനിൽകുമാറിന്റെ ഭാഗത്തു നിന്ന് എല്ലാ കാര്യത്തിലും ഉണ്ട്. അതവിടെ ക്യാമ്പ് ചെയ്തു. എല്ലാ മാർഗനിർദ്ദേശങ്ങളും. ഈ അപകടം ഉണ്ടായ ഉടനെ ഞാൻ തിരുവനന്തപുരത്തായിരുന്നു. ഞാൻ മുഖ്യമന്ത്രിയുടെ 100 ദിന കർമ്മ പരിപാടിയുടെ അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രിയോടൊപ്പം പങ്കെടുത്തുകൊണ്ടിരിക്കുക. ആ സമയത്താണ് ഈ വിഷയം അറിയുന്നത്. ഉടനെ മുഖ്യമന്ത്രിയെ കാര്യങ്ങൾ ധരിപ്പിച്ചു. അതിൻ്റെ ശേഷം റവന്യൂ മന്ത്രിയായി സംസാരിച്ചു. ശേഖർ കുര്യാക്കോസ് KSDMA സെക്രട്ടറി, അദ്ദേഹവുമായിട്ട് സംസാരിച്ചു. അടിയന്തരമായിട്ടുള്ള കാര്യങ്ങൾ നീക്കാൻ വേണ്ടി ജില്ലാ കളക്ടറോടും സംസാരിച്ചു. അങ്ങനെ NDRFന്റെ ടീം മൂവ്മെന്റ് ഉറപ്പാക്കി. കോഴിക്കോട് നിന്നുള്ള അഡീഷണൽ ടീം ഉറപ്പാക്കി. പാണ്ടിക്കാട് നിന്ന് അഡീഷണൽ ടീം ആവശ്യമാണെങ്കിൽ അതെടുക്കണം എന്നുള്ളത് പറഞ്ഞു. ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെ സ്റ്റേറ്റ് ലെവലിൽ അലർട്ട് ചെയ്തു. എല്ലാ കാര്യങ്ങളും ദ്രുതഗതിയിൽ മുന്നോട്ട് പോയി. ഞങ്ങൾ വൈകുന്നേരം 3 മണിക്ക് ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടു. ഞങ്ങൾ എത്തിയതിന് ശേഷം ജില്ലാ കളക്ടർ നേരിട്ട് സ്ഥലത്തെത്തി. ഞങ്ങൾ എത്തിയതിന് ശേഷം ഞങ്ങൾ അതിൻ്റെ മുഴുവൻ ഓവറോൾ ഓപ്പറേഷൻസിൻ്റെ ടേക്ക് ഓവർ ഞങ്ങൾ ചെയ്ത് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോയി. നേരിട്ട ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധി പങ്കുവെക്കും. ഒന്ന്, ജീവിച്ചിരിക്കുന്ന മുഴുവൻ ആളുകളെയും രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് ആദ്യത്തെ ടാസ്ക്. അത് നല്ല രീതിയിൽ മുന്നോട്ട് പോയി. രണ്ടാമത്തെ ടാസ്ക് മരിച്ചവരെ മുഴുവൻ കണ്ടെത്തുക എന്നുള്ളതാണ്. അതിൽ വല്ലാത്ത വിഷമവും നിരാശയും തോന്നിയ ഒരു ദിവസവും ഒരു ബോഡിയും കിട്ടാത്ത ദിവസം. ഒന്ന്, കുടുംബങ്ങൾ വരികയാണ്. ഇപ്പം രാഹുലിൻ്റെ കുടുംബം, ഇമ്രാൻ്റെ കുടുംബം, പിന്നെ ഇപ്പോൾ ഏറ്റവും അവസാനം നമ്മുടെ ബോഡി കിട്ടി